ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച് ആണ്. ഒരു ഫംഗ്ഷൻ തരുന്നു, അതിൻ്റെ ഡൊമൈനും റേഞ്ചും കാണുക. പിന്നെ റാഷണൽ ഫംഗ്ഷൻ തരുന്നു, P/Q ഫോം. അപ്പോൾ അത് ചെയ്യുക. പിന്നെ പീസ് വൈസ് ഫങ്ഷൻസ് അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്, ഇന്ന ലിമിറ്റിൻ്റെ അകത്ത് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ പീസ് വൈസ് ഫംഗ്ഷൻ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ലാബിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥിരം ഫംഗ്ഷൻ x² ചെയ്തു +2 കൊടുത്തു. അപ്പോൾ x² +2 എന്ന് പറയുമ്പോഴേക്കും ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് കവർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ്, എല്ലാം പറ്റും. സോ 6. റേഞ്ച് എന്ന് പറയുന്നത് 2 to ഇൻഫിനിറ്റി ആണ്, 2 ഉൾപ്പെടുന്നു, ഇൻഫിനിറ്റി ഉൾപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 - mod x. അപ്പോൾ ഇവിടെ എന്താണ്, ഡൊമൈൻ എക്സ് ആക്സിസിന് എല്ലാ വാല്യൂം കവർ ചെയ്യാൻ പറ്റും. സോ ഡൊമൈൻ 6, റേഞ്ച് -ഇൻഫിനിറ്റി ടു 3 ഉൾപ്പെട്ടിട്ടുണ്ട്, ഇൻഫിനിറ്റി ഉൾപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും അതിൻ്റെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് 1/x - 2. ഓക്കെ, അപ്പോൾ അവിടെ 2ൽ മാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗ്രാഫ് ഇല്ല. ഓക്കെ, ഇപ്പോൾ r - set 2 ആണ് ഡൊമൈൻ. ഓക്കെ, ഇനി അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു റാഷണൽ ഫംഗ്ഷനാണ്. ഇപ്പോൾ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഒരു ഇതിൻ്റെയാണ്. x² - 4/x - 2 ആണ്. അപ്പോൾ ഇവിടെ ചെയ്തപ്പോഴേക്കും ഒരു അബദ്ധം പറ്റി. x² - 4 മൊത്തത്തിൽ ബ്രാക്കറ്റ് കൊടുത്ത ശേഷം വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് 4ൻ്റെ ഒരു ഇതായിട്ട് പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുക. ഇവിടെ നമുക്കതൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് പറ്റുന്നത്. ഹൂസ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഈസ് r. ഓക്കെ, അത് എത്ര നമ്മൾ സൂം ചെയ്ത് നോക്കിയാലും അതിലൊരു ബെൻഡ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് റാഷണൽ ഫംഗ്ഷൻ്റെ കേസ് വരുന്നത്. ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷൻ ആക്ടിവിറ്റി 3.3 പീസ് വൈസ് ഫംഗ്ഷൻസ് ആണ്. പീസ് വൈസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും പാർട്സ് ആയിട്ടാണ് ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഇഫ് എന്നുള്ളൊരു കമാൻഡ് കൊടുക്കുക, ബ്രാക്കറ്റിൻ്റെ അകത്ത് കണ്ടീഷൻസ് കൊടുക്കുക. ഓക്കെ, x <0 വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, f <2 അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. s <2 ആണെങ്കിൽ x² ആണ് വാല്യൂ, കോമ. ഇനി അടുത്ത ഫംഗ്ഷൻ x> വാല്യൂ 2, x 2-നേക്കാൾ വലുതാകുന്ന സമയത്ത് 2x + 1. അങ്ങനെ എന്താണ്, നമ്മൾ പീസ് വൈസ് ആയിട്ട് 2 പീസുകളായിട്ട് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് പീസ് വൈസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. x² ആണ്, x <2 2, 2-നേക്കാൾ ചെറുതോ അതിന് തുല്യമോ ആണെങ്കിൽ x²ഉം x 2-നേക്കാൾ വലുതാണെങ്കിൽ 2x + 1. അങ്ങനെ 2 ഭാഗങ്ങളായിട്ട് എന്താക്കി ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി അടുത്തത് ഒരു ഇന്റർവെല്ലിൽ, ക്ലോസ്ഡ് ഓർ ഓപ്പൺ ഇന്റർവെൽസിൽ കൊടുക്കുകയാണെങ്കിൽ ഇഫ് എന്ന് തന്നെ കമാൻഡ് കൊടുക്കുക. ബ്രാക്കറ്റിൽ നമ്മൾ ആ ഒരു വാല്യൂ എക്സിന് നടുക്ക് വരുന്ന രീതിക്ക് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഓപ്പണും ക്ലോസ്ഡ് ഇന്റർവെൽസ്. ഇപ്പം ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് -2ക്കും 1നും ഇടയിലാണ്. സോ ഇഫ് -2 < x < 1, കോമ എൻ്റെ ഫംഗ്ഷൻ x² ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇന്റർവെല്ലിൻ്റെ ഇടയിൽ കൊടുക്കാനും പീസ് വൈസ് ആയിട്ടും അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.